ഡ്യൂഡ്, ഒരു ഹാപ്പി ന്യൂസ്. എനിക്ക് സാലറി ഹൈക്ക് കിട്ടി. എൻ്റെ CTC ഇപ്പോൾ 12.85 lakhs ആയിട്ടുണ്ട്. വാവ്, കൺഗ്രാറ്റ്സ് മാൻ. ചെലവുണ്ടപ്പോൾ. അതൊക്കെ സെറ്റാക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? ഞാനിപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആണ്. എന്താന്ന് വെച്ചാൽ എൻ്റെ ഈ സാലറിക്ക് ഞാൻ 61,500 രൂപ ടാക്സ് അടയ്ക്കേണ്ടി വരില്ലേ? ഇതേ സമയം എൻ്റെ CTC 12.75 lakhs ആണെങ്കിൽ എനിക്ക് 0 ടാക്സ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ കമ്പനിയിൽ പറഞ്ഞ എൻ്റെ സാലറി 12.75 lakhs ആക്കിയാലോ എന്ന് ആലോചിക്കുക. 10,000 പോയാലും എന്താ, 61,500 ലാഭിക്കാലോ. ഏത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എനിക്ക് ഇൻഫർമേഷനായി കിട്ടിയത്? അതിനല്ലേ മാർജിനൽ റിലീഫ് കോൺസെപ്റ്റ്. ആണോ? അത് പറഞ്ഞാൽ എന്താ? സപ്പോസ് 2025 നിന്റെ സാലറി 12 ലക്ഷമാണ് എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം അത് സാലറി ഹൈക്കായിട്ട് 12,85,000 ആയി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് 10,000 കൂടിയുകൊണ്ട് നീ ടാക്സ് പേബിൾ ലിമിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിനക്ക് അവിടെ ഒരു മാർജിൻ റിലീഫ് കോൺസെപ്റ്റ് അവിടെ അപ്ലിക്കബിൾ ആവും. അപ് ടു 12,75,000 വരെ നിനക്ക് ടാക്സ് ഇല്ലായിരിക്കും. അതിന് മുകളിൽ വരുന്ന എത്രയാണോ സാലറി ഹൈക്ക് ആ എമൗണ്ട് ആയിരിക്കും നിനക്ക് ടാക്സ് പേബിൾ ആയിട്ട് വരിക. ബാക്കിയുള്ള എമൗണ്ട് മൊത്തം നിനക്ക് മാർജിൻ റിലീഫ് ആയിട്ട് ലഭിക്കും. നിന്റെ കേസിൽ 12,75,000 മുകളിൽ വന്ന 10,000 രൂപ മാത്രമേ നിനക്ക് ടാക്സ് പേബിൾ ആയിട്ട് വരുന്നുള്ളൂ, അല്ലാതെ 61,500 രൂപയല്ല. ഓ ഭാഗ്യം, ഇന്ന് തന്നെ നിന്റെ ഓഫീസിലേക്ക് വരാൻ തോന്നിയത്. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വലിയ മണ്ടത്തരം കാണിച്ചേനെ. ഇതിനാണ് പറയുന്നത് എപ്പോഴും ഒരു എക്സ്പെർട്ട് അഡ്വൈസ് എടുക്കണമെന്ന്. മനസ്സിലായോ? മനസ്സിലായി. അതുകൊണ്ടല്ലേ ഞാൻ ഇൻവെസ്റ്റം ടാക്സ് കൺസൾട്ടൻസിലേക്ക് തന്നെ വന്നത്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേഷൻസിന് ഫോളോ ഇൻവെസ്റ്റം കൺസൾട്ടൻസ്.